വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായ പി രാജീവിനെ തോൽപ്പിച്ച് വലിയ വിജയം നേടി മന്ത്രിയായി മാറുന്നു വി അബ്ദുൽ ഗഫൂർ എന്ന 49-കാരൻ. 2005-ൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റായിരുന്നു. നിലവിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. 2021-ൽ കളമശ്ശേരിയിൽ നിന്ന് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും 2026-ൽ കളമശ്ശേരിയിൽ രണ്ടാം മത്സരത്തിൽ ജയം നേടി ഇതാ മന്ത്രിയാകുന്നു. വി അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. വി അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. MSFിലൂടെ തുടക്കം കുറിച്ച രാഷ്ട്രീയ ജീവിതം, കളമശ്ശേരിയിൽ രണ്ടാം മത്സരത്തിൽ നേടിയ ജയം, ആ ജയം ഇതാ വി അബ്ദുൽ ഗഫൂർ എന്ന 49-കാരനെ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി VD സതീശൻ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനുള്ളത് OJ ജനീഷ്, KA തുളസി, T സിദ്ദിഖ് എന്നീ 3 പേർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. OJ ജനീഷ്, KA തുളസി, T സിദ്ദിഖ് എന്നീ 3 പേർ കൂടിയാണ് ഇനി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനുള്ളത്. I invite Sri T Siddiq, Minister Designate, to take the oath of office and oath of secrecy. ഇതാ T സിദ്ദിഖ് എന്ന 52-കാരൻ ഗാന്ധി കുടുംബത്തിന്റെ വലിയ അകമഴിഞ്ഞ പിന്തുണയിലൂടെ, ഗാന്ധി കുടുംബത്തിന്റെ തുണയിലൂടെ കൂടി അദ്ദേഹം മന്ത്രിയാവുന്നു. T സിദ്ദിഖ് എന്ന 52-കാരൻ 97-ൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം, 2006-ൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, 2021-ൽ കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയം, 2026-ൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയിൽ രണ്ടാം ജയം